ഹായ് ഹലോ നമുക്ക് ആറാമത്തെ നോമ്പിൻ്റെ വിശേഷം കണ്ടാലോ എന്നാ. ഇന്നിപ്പോൾ എന്താണ് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബീഫ് മിനിഞ്ഞാന്ന് കൊണ്ടുവന്നത് അതിൽ കുറച്ചുണ്ട്, കുറച്ച് അധികം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 2-3 ദിവസത്തിന് അത് തന്നെ ആയിരിക്കും. അതൊന്ന് ഗ്രേവി ആക്കണം. പിന്നെ ബിരിയാണി ഉണ്ട്, പിന്നെ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതാ പഴമൊക്കെ വേവിക്കാൻ വെച്ചു. പിന്നെ അതിന് ശേഷം നമ്മുടെ ബീഫിലേക്ക് മസാല കൂട്ടി ബീഫ് അടുപ്പത്തൊക്കെ വെച്ചു കേട്ടോ. നല്ല കാറ്റ് വീശുന്നുണ്ട് ഇവിടെ. മഴയ്ക്കുള്ളൊരു കോളുണ്ട് തോന്നുന്നു, കാരണം നല്ല ക്ലൈമറ്റൊക്കെ നല്ല മാറിയിട്ട് അങ്ങനെ കറുത്ത് ഇരുണ്ട പോലെ ആയിട്ടൊക്കെ ഉണ്ട്. രാത്രിക്ക് മഴ പെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? മഴയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഉന്നക്കായൊക്കെ ഉണ്ടാക്കാനൊക്കെ പഴം വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പുറത്ത്. പിന്നെ ഇതാ ബീഫിലേക്ക് ഞാൻ തക്കാളി, ചെറിയുള്ളി, വലിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, കറുവേപ്പില, പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ ബീഫ് മസാല, ഗരം മസാല ഇതൊക്കെ ഇട്ട് അത് വേവിക്കാൻ വെച്ചു കേട്ടോ. പിന്നെയാണ് താളിക്കുന്നത്. ഇതൊരു ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ടോ, തേങ്ങ കൊത്തൊക്കെ ഇട്ടുള്ള ഗ്രേവി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് ബിരിയാണിക്ക്. കാരണം ബിരിയാണി ഞാൻ തലേദിവസം ഉണ്ടാക്കിയതിന് കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അതുള്ളതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കില്ല വെച്ചു. പക്ഷെ അതിലത്തെ കഷ്ണങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ചെടുത്ത് ഗ്രേവി ആക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നാളേക്കും കൂടി ഉണ്ടാവും. മേടിക്കുമ്പോൾ അങ്ങനെ കുറച്ച് 2-3 ദിവസമായിട്ട് തന്നെ മേടിച്ചിട്ടുണ്ട്. ചിക്കനായാലും അങ്ങനെ തന്നെ. നോമ്പാകുമ്പോൾ അധികം ആവശ്യമില്ല, കുറേശ്ശെയല്ലേ എടുക്കുകയുള്ളൂ. പിന്നെ നമ്മൾ കട്ട്ലേറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അത്യാവശ്യം കഴിയും അങ്ങനെ. അപ്പോൾ പിന്നെ ആ പരിപാടി നോക്കണത്. അങ്ങനെ അതാ ബിരിയാണി അപ്പുറത്തേക്ക് ഞാൻ ചൂടാക്കി വെച്ചു. പിന്നെ ആ പരിപാടി കഴിഞ്ഞപ്പോൾ പിന്നെ അതാ നമ്മുടെ ബീഫ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബീഫ് അവിടെ നല്ല വെന്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ താളിച്ചെടുക്കുകയാണ്. താളിപ്പ് പറഞ്ഞാൽ ഉള്ളിയും മല്ലിയിലയും കറിവേപ്പിലയും തേങ്ങ കൊത്ത് ഇടുന്നുണ്ട്. തേങ്ങേൻ്റെ കൊത്ത് കുറച്ചിട്ടിട്ട് നല്ല കുരുമുളക് പൊടി ഇട്ടിട്ട് ഗ്രേവി ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒക്കാൾക്ക് നല്ല ഇഷ്ടമാണ് അത്. ഇതാക്കി പറഞ്ഞാൽ പിന്നെ ഇന്ന് ചോറിന് പെലച്ചാകുമ്പോൾ ചോറിനിപ്പോൾ അത് മതിയല്ലോ. കഞ്ഞി കുടിക്കാറുണ്ട്. അപ്പോൾ കഞ്ഞിക്ക് അതുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാമല്ലോ. ജീരക കഞ്ഞി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ ഗ്രേവി ആക്കിയാൽ നല്ല രസം ഉണ്ടാവുമല്ലോ ബീഫിൻ്റെ ആകുമ്പോൾ. കുഴമ്പനാക്കി വെച്ചാൽ ഞാൻ മിക്കവാറും ബീഫ് കൊണ്ടാലും അങ്ങനെ കുഴമ്പ് ഞങ്ങളങ്ങനെ ചാറാക്കാറില്ല. കാരണം ഞങ്ങളൊക്കെ ചെറിയൊരു ഫാമിലി തന്നെയല്ലേ. ഉമ്മാക്കും ബീഫിനോട് വലിയ താല്പര്യമില്ല. പിന്നെ നല്ല കുഴമ്പനാക്കി എടുക്കും. കാരണം നല്ല ഇഷ്ടമാണ്, ചിക്കനെക്കാട്ടി ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് നല്ല കുഴമ്പനാക്കി എടുക്കും കേട്ടോ. നല്ല കുഴമ്പനാക്കി എടുത്തിട്ട് വറ്റിച്ച് പരമാവധി വറ്റിക്കാൻ പറ്റും അത്രത്തോളം ചാറില്ലാണ്ട് അങ്ങനെ ഗ്രേവിയാക്കി എടുക്കും. ചിലപ്പോൾ റോസ്റ്റൊക്കെ ആക്കി എടുക്കും കേട്ടോ. ഓരോ തോന്നലാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ അത് ചെയ്തിട്ടില്ല, കാരണം ഗ്രേവി ആക്കാണ്ട് ബിരിയാണിക്ക് വേണ്ടതല്ലേ, കഞ്ഞിക്കൊക്കെ വേണമല്ലോ. അപ്പോൾ പിന്നെ ആ തേങ്ങ ഇട്ടു, തേങ്ങ കൊത്തൊക്കെ ഇട്ട് തേങ്ങ നല്ല എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് വരട്ടെ. പിന്നെ ഇപ്പോൾ എന്താ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയൂ. നോമ്പൊക്കെ എങ്ങനെ പോകണം? എന്തായാലും എത്ര പെട്ടെന്നാണല്ലേ 6 നോമ്പൊക്കെ കഴിയാനായത്. ദിവസങ്ങളൊക്കെ പോണ പോക്കേ. ഇനിയിപ്പോൾ അടുത്ത് പെരുന്നാളായി പറയില്ലേ. എല്ലാവരുടെയും ഡ്രസ്സ് പർച്ചേസിങ് പരിപാടിയൊക്കെ കഴിഞ്ഞോ? എല്ലാവരും കമൻറ്റ് പറയൂട്ടോ. എല്ലാവരും കമൻറ്റൊക്കെ എല്ലാം അറിയിക്കൂ. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് നന്നായി വാട്ടിയെടുക്കണം കേട്ടോ. അതൊക്കെ ഒന്നതായ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചു. അത് 2-3 ദിവസം കൊണ്ട് തന്നെ കഴിഞ്ഞു കേട്ടോ. കാരണം നമ്മൾ വിചാരിക്കാണ്ടല്ലോ, ചിലപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കും, ചിലപ്പോൾ സമൂസ ഉണ്ടാക്കും, ചിലപ്പോൾ ഇതുപോലെ ഇറച്ചിക്കൊക്കെ ഇങ്ങനെ എടുക്കും. ചിലപ്പോൾ അതിനെ ചൂടാക്കി തലേ ദിവസം ഒന്ന് ചൂടാക്കലും പിന്നെ ഞാൻ ആദ്യം ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് വാട്ടിയെടുക്കും. അതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. 4 ദിവസം കൂടി നിന്നില്ല, അപ്പോഴേക്കും കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ എത്ര ദിവസം നിൽക്കുമെന്ന് അറിയില്ല. കാരണം വിചാരിക്കാൻ ചിലപ്പോൾ കട്ട്ലേറ്റും സമൂസയൊക്കെ ഒരുമിച്ചുണ്ടാക്കും. ചിലപ്പോൾ കട്ട്ലേറ്റിനൊക്കെ അത്യാവശ്യം വേണ്ടി വരുമല്ലോ. അങ്ങനെ അത് കഴിയും കേട്ടോ. നമുക്ക് നോമ്പായ പിന്നെ കൂടുതൽ അതിനല്ലേ വേണ്ടുള്ളൂ അല്ലേ. ഇഞ്ചിയും വെളുത്തുള്ളിന് ഉള്ളീൻ്റെ തന്നെ പണിയേ അധികമുള്ളൂ. വേറെ പരിപാടിയൊന്നും അത്ര ഇല്ലല്ലോ. എന്നാലും പച്ചക്കറിക്കൊന്നും അധികം ചിലവുണ്ടായില്ലല്ലോ നോമ്പായ. മീനോടും വലിയ താല്പര്യമൊന്നുമില്ല. ഉണക്കമീനും എല്ലാം കിട്ടിയാൽ മതിയല്ലോ. കാരണം പച്ചയോട് ഞങ്ങൾക്കൊന്നും അത്ര താല്പര്യമില്ല. അതുകൊണ്ട് അധികം നോമ്പിന് വാങ്ങിക്കാറില്ല. പിന്നെ ഈ കടികൾ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ മടുപ്പ് വരില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ചോറാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിലപ്പോൾ വലിയ മീൻ എന്തെങ്കിലും ചാറ് വെച്ച് പോയി ചോറൊക്കെ വെക്കും. അപ്പോഴും അത് കഴിക്കാൻ വലിയ ഇത് പോവില്ല. പിന്നെ അങ്ങനത്തെ ഉന്നക്കായ ഉണ്ടാക്കുന്നത് അറിയാലോ. ഉന്നക്കായ്ക്ക് പഴമൊക്കെ വാട്ടിയെടുത്തു. എന്നിട്ട് അത് എന്താണെന്ന് പഴം വാട്ടിയത് ശരിക്കും പഴം കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കാറ്. പക്ഷേ എനിക്കെന്താണെന്നറിയില്ല, പഴം മാത്രമായപ്പോൾ അത് ഉരുട്ടാൻ പറ്റണില്ല. വെള്ളം കൂടെ വേവ് കൂടിയെന്നറിയില്ല. തേങ്ങയിൽ തന്നെ ഞാൻ ബദാമിൻ്റെ നട്ട്സിൻ്റെയൊക്കെ പൊടിയൊക്കെ ഇട്ട് നെയ്യിൽ വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് കാട്ടിയെന്നറിയോ, കുറച്ച് ബ്രെഡിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് പൊടിച്ച് തരാൻ കുഴച്ച് തരാൻ പറഞ്ഞു. അതൊക്കെ ഉണ്ട് റെഡിയാക്കി തന്നത്. സമൂസ ഇങ്ങനത്തെ പരിപാടിയൊക്കെ. അതൊക്കെ സമൂസയ്ക്കുള്ള വെറും ഉള്ളിയിട്ട് സമൂസ ഉണ്ടല്ലോ, അപ്പോൾ അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ഞാൻ മസാല ഉണ്ടാക്കുകയാണ്. അപ്പോഴേക്കും അവിടെ ഉന്നക്കായ റെഡിയാക്കുന്നുണ്ട്. കുറച്ച് ബ്രെഡിൻ്റെ പൊടി ഇട്ടപ്പോൾ അതിൻ്റെ ഒട്ടലൊക്കെ മാറി കേട്ടോ. അപ്പോൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് നേരെ റെഡിയാക്കി തന്നു.
പിന്നെ ഞാൻ വേഗം അതും പൊരിച്ചെടുത്തു കേട്ടോ. അതാണ്ടോ നേരെ റെഡി. കുറച്ച് ബ്രെഡ് പൊടി തന്നെ ഇട്ടുള്ളൂ, അപ്പോൾ അത് റെഡിയായി കിട്ടി. പഴം മാത്രമായിട്ടാണ് ഇതാക്കൽ കേട്ടോ. പഴത്തിന് മാത്രം എല്ലാം പരത്തിയിട്ട് അതിന് ഉള്ളി തേങ്ങയും ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കൽ, പൊരിച്ചെടുക്കൽ. ഇങ്ങനെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രെഡിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. സംഭവം നന്നായിട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്നല്ല, പഴത്തിന് കുറച്ച് വേവ് കൂടി തോന്നുന്നുണ്ട്. ചെറുതായി ഒന്ന് വെന്ത് വരാനല്ലേ പാടുള്ളൂ നമ്മൾ ആവിയിൽ വയ്ക്കുമ്പോൾ. എൻ്റെ നല്ല വെന്തതുകൊണ്ട്, കാരണം വിചാരിച്ച പോലെ അതങ്ങോട്ട് കുഴച്ച് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങനെ റെഡിയാക്കി എടുത്തു കേട്ടോ. കുറച്ച് ബ്രെഡ് പൊടി ഇട്ടിട്ട് റെഡിയാക്കി എടുത്തു. അങ്ങനെ അതും പൊരിച്ചെടുത്തു. പിന്നെ എല്ലാം വെച്ച് ഞാനൊക്കെ കുട്ടികൾ നോമ്പ് തുറന്നു കേട്ടോ, സമൂസയൊക്കെ ഉണ്ടാക്കിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ഈ നോമ്പ് തുറന്ന ആ ടൈം അങ്ങോട്ട് ആയപ്പോഴേക്കും നല്ല മഴ വന്നു കേട്ടോ. അത്യാവശ്യം മഴ പെയ്ത് മുറ്റമൊക്കെ ഒന്ന് നനയാൻ, പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ചാറി അങ്ങനെ നിന്നു. നല്ലൊരു തണുപ്പൊക്കെ കിട്ടി കേട്ടോ. പിന്നെ മഴ നോക്കാൻ പോയപ്പോൾ ഉന്നക്കായി ഒന്ന് കരിയൊക്കെ ചെയ്തു. അതൊക്കെ സ്വാഭാവികമല്ലേ അല്ലേ. അങ്ങനെ പിന്നെ അതെല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെച്ചു കേട്ടോ. ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് കൂടി നോമ്പ് തുറന്നു. പിന്നെ കുറേ മഴയൊക്കെ നോക്കി നിന്നത്, ആ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴയൊക്കെ കണ്ട് അങ്ങനെ നിന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.